മധു സി നാരായണന്റെ സംവിധാനത്തിൽ 2019 പുറത്തിറങ്ങിയ കുംബ്ലങ്ങി നൈറ്റ്സിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച അഭിനേതാവാണ് മാത്യു തോമസ്. ചിത്രത്തിൽ ഫ്രാങ്കി എന്ന കഥാപാത്രത്തിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ട താരം പിന്നീട് തണ്ണീർമത്തൻ ദിനങ്ങളിലെ ജേസനായും ഓപ്പറേഷൻ ജാവയിലെ ജെറിയായും പ്രേമലുയുടെ തോമസായും പ്രേക്ഷക ഹൃദയം കീഴടക്കിയിരുന്നു. എന്നാൽ തണ്ണീർമത്തന് ശേഷം താരത്തിന്റെ കരിയറിൽ പറയത്തക്ക ഹിറ്റുകളൊന്നും ഇല്ലാത്തതും അവസാനമായി കഴിഞ്ഞ ദിവസം തിയേറ്ററിലെത്തിയ സുഖമാണോ സുഖമാണിത് ശരാശരി താരം മാത്രമുള്ള അഭിപ്രായം ഉയരുകയും ചെയ്തോടെ വലിയ വിമർശനമാണ് താരത്തിനെതിരെ ഉയരുന്നത്. ചിത്രത്തിന്റെ തിരക്കഥ ശ്രദ്ധിക്കാതെ മുന്നിൽ വരുന്ന എല്ലാ ചിത്രങ്ങളും വാരിവലിച്ച് ചെയ്യുന്നു എന്നാണ് മാത്യുവിനെതിരെയുള്ള പ്രധാന വിമർശനം. അരുൺ രാമചന്ദ്രൻ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 13 തിയേറ്ററിലെത്തിയ ചിത്രത്തിന്റെ തിയോ എന്ന കഥാപാത്രമായിട്ടാണ് മാത്യു വേഷമിട്ടത്. പ്രധാന കഥാപാത്രം മാത്യു ഒന്നും ചെയ്തില്ലെങ്കിലും അഭിനയത്തിൽ സ്വാഭാവികതയില്ലെന്നും തോന്നിയില്ലെന്നും സ്ക്രിപ്റ്റ് സെലക്ഷനിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് ഭൂരിഭാഗം കമന്റുകളും. മാത്യു തോമസ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ തണ്ണീർമത്തൻ ദിനത്തിൽ കേരളത്തിൽ ബോക്സ് ഓഫീസിൽ 50 കോടിയിലധികം നേടി വലിയ വിജയമായി മാറിയിരുന്നു. എന്നാൽ ഇതിനുശേഷം സോളോ ഹീറോയെ വേഷമിട്ട മാത്യുവിന്റെ ഒറ്റ ചിത്രം പോലും രക്ഷിക്കപ്പെട്ടില്ല എന്നത് പരിതാപകരമാണ്. വിജയ്ക്കൊപ്പം ലിയോയിലും നസ്ലിനൊപ്പം പ്രേമലും താരം വമ്പൻ വിജയ ചിത്രങ്ങളുടെ ഭാഗമായെങ്കിലും ഒറ്റയ്ക്കൊരു ചിത്രം വിജയത്തിലെത്തിക്കാൻ സാധിക്കാത്ത താരത്തിന് തലവേദനയാണ്. മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ച വൺ എന്ന ചിത്രത്തിന് ശേഷം മാത്യു നായകനായ ജോ ആൻഡ് ജോ, പ്രകാശം പരക്കട്ടെ, വിശുദ്ധ മെജോ, ക്രിസ്റ്റി, നെയ്മർ, ലവ്ലി തുടങ്ങിയ ചിത്രങ്ങളെല്ലാം താരത്തിന്റെ കരിയറിൽ സോളോ ഹീറോ എത്തിയ പരാജയ ചിത്രങ്ങളായിരുന്നു. ബോക്സ് ഓഫീസിലോ OTTയിലോ യാതൊരുവിധ ചലനവും സൃഷ്ടിക്കാൻ കഴിയാതെ പോയ ചിത്രങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ അതിന്റെ തിരക്കഥ മാത്രമായിരുന്നു. അതോടെയാണ് മലയാളത്തിലെ അർജുൻ അശോകനെയും ധ്യാൻ ശ്രീനിവാസൻ ചെയ്തതുപോലെ വാരിവലിച്ച് ചിത്രങ്ങൾ ചെയ്യരുതെന്ന് മുന്നറിയിപ്പുമായി സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നത്.